കേരളത്തിൽ മോഷണം നടത്തിയ കുറുവ സംഘത്തിലെ അവസാന കണ്ണിയും അറസ്റ്റിൽ. തമിഴ്നാട് കമ്പം സ്വദേശി കട്ടുപൂച്ചനാണ് അറസ്റ്റിലായത്. മധുരയിൽ ഒളിവിൽ കഴിയുന്നതിനിടെയാണ് പോലീസ് സാഹസികമായി പ്രതിയെ പിടികൂടിയത്. പ്രതിയെ മണ്ണഞ്ചേരി പോലീസ് സ്റ്റേഷനിലെത്തിച്ചു. കഴിഞ്ഞ ഒക്ടോബർ 29 പുലർച്ചെ മണ്ണഞ്ചേരി നേതാജിയിലെ ഒരു വീട്ടിൽ അടുക്കളവാതിൽ കുത്തിത്തുറന്നുള്ള കവർച്ചാശ്രമം നടന്നതോടെയാണ് ഒരിടവേളയ്ക്ക് ശേഷം ആലപ്പുഴയിൽ കുറുവ സംഘത്തിന്റെ സാന്നിധ്യം പോലീസ് മനസ്സിലാക്കുന്നത്. തുടർന്ന് മണ്ണഞ്ചേരി, കോമളപുരം, പുന്നപ്ര എന്നിവിടങ്ങളിൽ കവർച്ചയും കവർച്ചാശ്രമങ്ങളും നടന്നു. പിന്നീട് പല ജില്ലകളിലും ഭീതി പരത്തി കുറുവ സംഘമെത്തി. പുലർച്ചെ 12:30-നും 3-നും ഇടയിലായിരുന്നു മോഷണങ്ങൾ. പലയിടത്തു നിന്നും പോലീസിന് അർദ്ധനഗ്നരായി മുഖം മറച്ചെത്തിയ മോഷ്ടാക്കളുടെ CCTV ദൃശ്യങ്ങൾ ലഭിച്ചു. സംഘത്തിലെ പ്രധാനി സന്തോഷ് ശെൽവനെ നവംബർ 16-ന് കുണ്ടന്നൂർ പാലത്തിനടിയിൽ നിന്ന് മണ്ണഞ്ചേരി പോലീസ് അതിസാഹസികമായി പിടികൂടി. തുടർന്ന് ഇയാളുടെ സംഘാംഗങ്ങൾക്കായി നടത്തിയ തെരച്ചിലിൽ ഇടുക്കിയിലെ രാജകുമാരിയിൽ നിന്നും തമിഴ്നാട് പോലീസിന്റെ പിടികിട്ടാപ്പുള്ളികളായ കുറുവ സംഘാംഗങ്ങൾ കറുപ്പയ്യയും നാഗരാജയും പിടിയിലായി. മണ്ണഞ്ചേരി പോലീസ് പിടികൂടിയ പ്രതികളെ പിന്നീട് തമിഴ്നാട് പോലീസിന് കൈമാറി. ആലപ്പുഴയിൽ പലയിടങ്ങളിലും നടന്ന മോഷണങ്ങളിൽ കറുപ്പയ്യയ്ക്കും നാഗരാജയ്ക്കും പങ്കുണ്ടെന്ന് പോലീസ് സ്ഥിരീകരിച്ചിരുന്നു. കുറുവ സംഘത്തെ പിടികൂടുന്നതിനായി ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവി നിയോഗിച്ച പ്രത്യേക സംഘമാണ് കേരളത്തിൽ രജിസ്റ്റർ ചെയ്ത കേസിലെ അവസാന കണ്ണിയായ കട്ടുപൂച്ചനെ മധുരയിൽ നിന്ന് സാഹസികമായി പിടികൂടിയത്. പുന്നപ്രയിൽ വീട് കയറി സ്വർണം കവർന്ന കേസിലാണ് അറസ്റ്റ്. 56-കാരനായ കട്ടുപൂച്ചൻ ഉഗ്ര ക്രിമിനൽ സ്വഭാവമുള്ളയാളാണെന്ന് പോലീസ് പറയുന്നു. പുന്നപ്രയിൽ ഇതേ രീതിയിൽ വീട് കയറി ആക്രമിച്ച് സ്വർണ്ണാഭരണം കവർന്ന കേസിലേക്കായിട്ടാണ് ഇപ്പോൾ ഈ ഉഗ്ര ക്രിമിനൽ സ്വഭാവമുള്ള കട്ടുച്ചൻ എന്നറിയപ്പെടുന്ന ഈ പ്രതി. ഇയാൾ 18 വർഷത്തോളം ഇയാൾ കഠിന തടവിന് ശിക്ഷിച്ച ഒരു കേസുണ്ടായിരുന്നത്. കോവിഡ് കാലഘട്ടത്തിൽ പിന്നെ ഇളവ് നൽകി അദ്ദേഹത്തെ അയാളെ വിട്ടയക്കുകയാണ് ഉണ്ടായത്. ഇപ്പം ഇതും വളരെ സാഹസികമായിട്ട് ആണ് അവിടെ തമിഴ്നാട് പോലീസിൻ്റെ സഹായത്തോടു കൂടി മണ്ണഞ്ചേരി പോലീസ് വീണ്ടും സംസ്ഥാനത്തിന് ആശ്വാസം പകരുന്ന രീതിയിൽ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. 2012-ൽ മാരാരിക്കുളത്ത് അമ്മയും മകളും തനിച്ച് താമസിച്ചിരുന്ന വീട്ടിൽ കയറി അവരെ ആക്രമിച്ച് സ്വർണം കവർന്ന കേസിൽ ഇയാൾ പിടിയിലായതാണ്. അന്ന് കട്ടുപൂച്ചനെ 18 വർഷം കഠിന തടവിന് ശിക്ഷിച്ചിരുന്നെങ്കിലും കോവിഡ് കാലത്ത് ശിക്ഷയിൽ ഇളവ് നൽകി വിട്ടയച്ചിരുന്നു. തുടർന്നാണ് ഇയാൾ വീണ്ടും കേരളത്തിലെത്തിയത്. കേരളത്തിൽ മറ്റിടങ്ങളിലും തമിഴ്നാട്ടിലും കട്ടുപൂച്ചനെതിരെ നിരവധി കേസുകളുണ്ടെന്നും പോലീസ് അറിയിച്ചു. ആലപ്പുഴയിലെ മോഷണ പരമ്പരകളിൽ പിടിയിലായ കുറുവ സംഘാംഗങ്ങൾ നിലവിൽ റിമാൻഡിലാണ്. ജനം, ആലപ്പുഴ.